കൊല്ലത്തൊരു അപരിചിത്വം നമുക്കില്ല. മാത്രമല്ല ധാരാളം സൗഹൃദമുള്ളൊരു സ്ഥലമാണ് കൊല്ലം. കാരണം എൻ്റെ 2-3 സീരിയലുകൾ കൊല്ലത്ത് ഷൂട്ട് ചെയ്യുന്നു. സീരിയൽ എന്ന് പറയുമ്പോൾ സിനിമ പോലെ ധാരാളം ചിലപ്പോൾ വർഷങ്ങളോളമാണ് നമ്മളവിടെ അഭിനയിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു സൗഹൃദം നമുക്ക് വളരെ വലുതാണ്. പിന്നെ അമ്മയുടെ അനിയൻ കല്യാണം കഴിച്ചിരിക്കുന്ന കൊല്ലത്തു നിന്നാണ്. അങ്ങനെ ധാരാളം ബന്ധം, ചവറയിൽ ധാരാളം ബന്ധുക്കളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അതൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ചവറയിൽ പോകുമ്പോൾ നമ്മുടെ വിവേക് ഗോപൻ ചവറയിൽ നിന്ന് സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഒട്ടും അപരിചിത്വം ഇല്ലാത്ത ധാരാളം പരിചയം ഉള്ള സ്ഥലമാണ് കൊല്ലം. പരിചയം പറയുമ്പോഴാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയും സൗഹൃദപരമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അത് ഈ മത്സരത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? അല്ല, ഇതൊരു രാഷ്ട്രീയ യുദ്ധമാണ്. അപ്പം അതിനകത്ത് സൗഹൃദങ്ങളില്ല. അതായത് ഇത് കഴിഞ്ഞാലും അതിനുശേഷമുള്ള സിനിമാ സൗഹൃദവും ബന്ധവും ഒക്കെ നിൽക്കും. കാരണം വെച്ചാൽ മുകേഷ് ചേട്ടനും ഞാനെന്നൊക്കെ പറഞ്ഞാൽ എന്നെ മാത്രമല്ല, ഭാര്യയോടും മക്കളോടും എല്ലാവരോടും ഉള്ള സൗഹൃദമുള്ള ഒരു കുടുംബത്തോടെ നമ്മൾ സ്നേഹത്തിലിരിക്കുന്നവർ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇലക്ഷന് വരുമ്പോഴത്തേക്ക് അത് വേറെയാണ്. നമുക്ക് നമ്മുടെ ജയമാണ് എല്ലാവരും നോക്കുന്നത്. ജയത്തിന് വേണ്ടി മാക്സിമം എല്ലാവരും ശ്രമിക്കും, ഞാനും ശ്രമിക്കും. പ്രചരണം ഈ 2 സ്ഥാനാർത്ഥികളും നേരത്തെ മുതൽ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ലാപ്പ് പിന്നിട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി കൃഷ്ണകുമാർ പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി പോയി എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഞാൻ ലേറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ടെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ അനൗൺസ് ചെയ്യുന്നത്. 25-30 ദിവസം. അന്ന് ഇത്രയുമധികം മീഡിയയില്ല, സോഷ്യൽ മീഡിയയില്ല, ഡിജിറ്റൽ മീഡിയയില്ല, ഒന്നുമില്ലാത്ത കാലം. ഇന്ന് അതെല്ലാം മാറി. ഇന്ന് തന്നെ ഒന്ന് ആലോചിക്കുക, പണ്ട് ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു ചാനൽ പോയിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ കാണുന്നത്. ഇന്ന് ആ സ്ഥാനത്ത് 30ഓളം ചാനലുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് പടർന്നു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. ഇനി നാളെ ബാക്കി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും. അതുകൊണ്ട് ഒരു 20 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി എല്ലായിടത്തും എത്താൻ പറ്റുക. അതായത് പരമാവധി സ്ഥാനാർത്ഥികളെ നേരിട്ടും മീഡിയയിലൂടെയും നമുക്ക് കണ്ട് നമ്മൾക്ക് പറയാനുള്ള അവരിലോട്ട് എത്തിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് മുഴുവൻ ആൾക്കാർ കേൾക്കുകയാണ്, ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവർക്ക് തോന്നും ഇദ്ദേഹം വന്നാൽ ഒരു വികസന സാധ്യതയുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഇവിടെ വികസനം ഇല്ലാതിരിക്കുകയാണല്ലോ. കാരണം 2 മുന്നണികളും നമ്മളെ പറഞ്ഞു പറ്റിക്കുകയാണല്ലോ. അപ്പോൾ ഈ മെസ്സേജ് എത്തിക്കാൻ 20 ദിവസം ധാരാളം. ഇപ്പോൾ എനിക്ക് 30 ദിവസം ഉണ്ട് എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ വളരെ മുമ്പിലാണ്. ആരെങ്കിലും ഓടിത്തളരുന്ന തളരട്ടെ, നമുക്ക് ഫ്രഷായിട്ട് തുടങ്ങാം. എപ്പോൾ മുതൽ പ്രചരണത്തിന് ഇറങ്ങും? പാർട്ടിയുടെ എല്ലാ നേതാക്കളുമായിട്ടിരുന്ന് സംസാരിക്കണം. കാരണം സംഘടനാ സെക്രട്ടറി ശ്രീ സുഭാഷ് ജി, സുരേന്ദ്രൻജി ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഫോണിൽ കൂടി സംസാരിക്കണം. പിന്നെ RSSന്റെ എല്ലാ നേതാക്കളും സുദർശൻ ചീരത്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ജാവ്ദേക്കർജി വരുന്നുണ്ട്. എല്ലാ നേതാക്കളുമായിട്ട് പരമാവധി ഇരുന്ന് സംസാരിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച്. അപ്പോൾ അവിടുത്തെ ജില്ലാ പ്രസിഡന്റുണ്ട് ശ്രീ BB ഗോപകുമാർ. വളരെ നാളത്തെ സൗഹൃദമുള്ള നല്ല വ്യക്തിയാണ്, നല്ലൊരു ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരോട്ടും ചോദിച്ചിട്ട് അവരുടെയും എൻ്റെയും കൂടി സൗകര്യം നോക്കി, പ്രവർത്തകരുടെയും കൂടി ഒരു ഇഷ്ടവും സൗകര്യമൊക്കെ നോക്കി വേണം നമ്മൾ ചെയ്യാൻ. താരപോരാട്ടം കൂടി വരുമ്പോഴേ താരങ്ങൾ പ്രചരണത്തിന് ഇറങ്ങും എന്നൊക്കെ ആൾക്കാർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുകയാണ്. സുരേഷ് ഗോപി പോലുള്ളവർ കൊല്ലത്ത് പ്രചരണത്തിന് വരുമോ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പോലെ എനിക്കും പ്രതീക്ഷയുണ്ട്. കാരണം സുരേഷ് ചേട്ടന് ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു പ്രയോജനം ചെയ്യും. പക്ഷേ അതേസമയം തൃശ്ശൂരിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളം വിജയപ്രതീക്ഷയെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആ വിജയപ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവൃത്തിക്ക് ഞാൻ നിൽക്കില്ല. എങ്കിലും ചോദിച്ചു നോക്കും. പരമാവധി എന്തായാലും സഹായിക്കും. നല്ല സ്നേഹബന്ധമാണ്. ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, തൊട്ടടുത്ത സുരേഷിൻ്റെ താമസിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു.